മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയും. ഒരു പൊതുമേഖലാ സ്ഥാപനം പോലെ KSRTC കാണരുത്. കാരണം ഇത് വന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ ചടങ്ങിന് സ്വാഗത ഭാഷണം നടത്തുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മുടെ സംസ്ഥാനത്തിനകത്ത് 3 മേഖലാജാഥകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മലബാറിലൂടെ ഉന്നയിക്കുന്ന മുദ്രാവാക്യം സുരക്ഷിത തൊഴിൽ, കാലാനുസൃത ശമ്പളം, ശാന്തമായ തൊഴിലിടം. KSRTCയിലെ തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളെയും അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും കൃത്യമായി നൽകണമെന്നുള്ള ഒരു സന്ദേശത്തിലൂടെയാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജാഥ ഇന്ന് നിന്ന് തുടങ്ങി 15-ാം തീയതി ഗുരുവായൂരിൽ അവസാനിക്കുന്നു. മലബാറിലെ KSRTC എല്ലാ ഡിപ്പോകളിലും തൊഴിലാളികളോട് നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് വരുന്ന ഹിതപരിശോധനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് പറയാനുള്ളത് കേൾക്കാൻ ഉള്ള ഒരു അവസരമാണ് ഈ ജാഥ. ഈ ജാഥയുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ നാട്ടുകാരെയും തൊഴിലാളി സുഹൃത്തുക്കളെയും എന്ന് വെച്ചാൽ അവർ ഈ KSRTCയിൽ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും KSRTCയിലെ പ്രധാനപ്പെട്ട 2 അംഗീകൃത സംഘടനകൾ KSRT എംപ്ലോയീസ് അസോസിയേഷനും അതുപോലെ തന്നെ INTUC നേതൃത്വം കൊടുക്കുന്ന വർക്കേഴ്സ് TDF-ഉം ആ 2 സംഘടനകൾ അംഗീകൃത സംഘടനയായിരുന്ന കാലയളവിനെ കുറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ അനുഭവം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ 2 സംഘടനകളോടൊപ്പം KCM വലിയ മാധ്യമ വാർത്തയും ചർച്ചയും ഒക്കെയായി മാറുന്ന സന്ദർഭമുണ്ട്. കേരളത്തിലെ പോലീസുകാരിൽ ആത്മഹത്യാ പ്രവണത കൂടിയപ്പോഴും ഹൃദയാഘാതം വർദ്ധിപ്പിച്ചപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് പഠിക്കാൻ തീരുമാനിച്ചു. വിവിധങ്ങളായ തൊഴിൽ മേഖലയിൽ അങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം അഡ്രസ് ചെയ്യാൻ ഗവൺമെന്റുകൾ തീരുമാനിക്കുമ്പോൾ 5 വർഷമോ 6 വർഷമോ കൊണ്ട് 600 പേരിലധികം വിട പറഞ്ഞ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണ്, പ്രശ്നം എന്താണ്, അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണ് എന്ന് പരിശോധിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം. ഒരു ദിവസത്തെ ഏതെങ്കിലും ഒരു പത്രത്തിന്റെ 4ാമത്തെ പേജിൽ ഒരു കോളം വാർത്ത വന്നാൽ പിറ്റേ ദിവസം ബന്ധപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ മാനേജ്മെന്റോ മെഡിക്കൽ കൺസൾട്ടേഷൻ തുടങ്ങുന്നു എന്നൊരു വലിയ പ്രഖ്യാപനവും ഒരു ഡോക്ടറെ നിയമിച്ചു തിരുവനന്തപുരത്ത്, ഓൺലൈനായി ടിക്കറ്റ് എടുത്താൽ എന്നും മാത്രം പറഞ്ഞ് ആ പ്രശ്നത്തിൽ നിന്ന് കൈയൊഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അത്രയേറെ പ്രതിസന്ധി നിലനിൽക്കുന്ന പണിയെടുത്തതിന്റെ കൂലി, കാലാനുസൃതമായ ശമ്പളം, തൊഴിലിന്റെ സുരക്ഷ, മാനസിക സംഘർഷങ്ങൾ, സംഘർഷഭരിതമായ സുഖകരമില്ലാത്ത തൊഴിൽ മേഖല, ഇങ്ങനെ തൊഴിലാളികൾ കഴിഞ്ഞ കുറെ കാലമായി നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്വം നമ്മുടെ നാട് ഭരിക്കുന്ന ഗവൺമെന്റിനും മാനേജ്മെന്റിനും ഒപ്പം ഇതെല്ലാം തീരുമാനിക്കുവാൻ തൊഴിലാളികൾ മാൻഡേറ്റ് കൊടുത്ത ബന്ധപ്പെട്ട സംഘടനകൾക്കും ട്രേഡ് യൂണിയനുകൾക്കും എല്ലാം ഉണ്ട് എന്ന ബോധ്യം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എങ്കിലും അവർ പലപ്പോഴും എല്ലാവരും കണക്കു തന്നെ എന്നൊരു നിലയിലുള്ള ഒരു വർത്തമാനമൊക്കെ അവരുടെ മനസ്സിലേക്ക് വരുമെന്ന് ആലോചിച്ച് ഉറപ്പിച്ച ഏതൊരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കെല്ലാം ഒഴിഞ്ഞു മാറാനൊക്കും, ആർക്കെല്ലാം ഒഴിഞ്ഞു മാറാനൊക്കില്ല എന്നത് വസ്തുതാപരമായി അവരുടെ മനസ്സിനകത്തുണ്ട്. അപ്പൊ ഇത്തരം ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ പ്രതിസന്ധിയെ തുറന്നു കാട്ടുവാനും അത് പരിഹരിക്കാൻ ഉള്ള ഇടപെടൽ നടത്തുവാനുള്ള ഉത്തരവാദിത്വം ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC എന്ന നിലയിൽ KSRTCയിലെ തൊഴിലാളികളുടെ ആദ്യത്തെ സംഘടന, മാതൃസംഘടന എന്ന നിലയിൽ
വർത്തമാനം പറയുവാനുള്ള ഇടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന പരിമിതി വളരെ പ്രധാനമാണ്. ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ 1997 മുതൽ 2002 എന്ന നിലയിൽ ഇന്ന് KSRTCയിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും അന്ന് ആ കാലയളവിൽ ഉണ്ടായിരുന്നവരല്ല. അന്നത്തെ തൊഴിലന്തരീക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും ജീവനക്കാരുടെ ആത്മസംതൃപ്തിയെ സംബന്ധിച്ചിടത്തോളവും അവകാശങ്ങളെ സംരക്ഷിച്ചിടത്തോളം ആനുകൂല്യങ്ങളെ സംരക്ഷിച്ചിടത്തോളം ഇന്നത്തെ തൊഴിലാളിക്ക് ബോധ്യമില്ല. ഇന്നത്തെ തൊഴിലാളി കഴിഞ്ഞ 22 വർഷങ്ങൾക്ക് ശേഷം ഇതിനകത്തേക്ക് കടന്നു വന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും. അതിൽ തന്നെ 2012 പങ്കാളിത്തോളം പേർ എന്ന് വെച്ചാൽ അവർ ഈ KSRTCയിൽ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും KSRTCയിലെ പ്രധാനപ്പെട്ട 2 അംഗീകൃത സംഘടനകൾ KSRTC എംപ്ലോയീസ് അസോസിയേഷനും അതുപോലെ തന്നെ INTUC നേതൃത്വം കൊടുക്കുന്ന വർക്കേഴ്സ് TDF-ഉം ആ 2 സംഘടനകൾ അംഗീകൃത സംഘടനയായിരുന്ന കാലയളവിനെ കുറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ അനുഭവം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ 2 സംഘടനകളോടൊപ്പം KCM എന്ന 3.5 വർഷത്തെ കാലത്തെ കാലയളവിനെ കുറിച്ചും അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഈ 3 അംഗീകൃത സംഘടനകളുടെ കാലയളവിൽ മാത്രം ഈ സ്ഥാപനത്തിൽ പണിയെടുത്ത തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് AITUCക്ക് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന് കരാർ ഒപ്പിടാൻ അവസരം ലഭിച്ചപ്പോൾ KSRTCയിൽ കരാർ ഒപ്പിട്ടതെന്നും എങ്ങനെ അടുത്തതായി 3.5 വർഷത്തെ കാലത്തെ കാലയളവിനെ കുറിച്ചും അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഈ 3 അംഗീകൃത സംഘടനകളുടെ കാലയളവിൽ മാത്രം ഈ സ്ഥാപനത്തിൽ പണിയെടുത്ത തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് AITUCക്ക് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന് കരാർ ഒപ്പിടാൻ അവസരം ലഭിച്ചപ്പോൾ KSRTCയിൽ കരാർ ഒപ്പിട്ടതെന്നും എങ്ങനെ ബുദ്ധിമാന്ദ്യമുണ്ടവർ അവരെ അനുഭവിക്കുന്നവർ അങ്ങനെ തുടങ്ങി 33 ഇനം വിവിധങ്ങളായ ഗവൺമെന്റ് ഉത്തരവുകളാൽ സൗജന്യ യാത്ര അനുവദിക്കപ്പെട്ടവർ ഉൾപ്പെടെ ഈ കേരളത്തിലെ പൊതുസേവന രംഗത്ത് ഏറ്റവും നിസ്തുലമായ പങ്ക് വഹിക്കുന്ന ഒരു തൊഴിൽ സ്ഥാപനമാണ് KSRTC. ആ KSRTCയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് ശമ്പളത്തിനായി 80 കോടിയും പെൻഷനായി 75 കോടിയും വായ്പയായിട്ടെങ്കിലും കൊടുക്കുന്നത് എന്നത് നല്ല കാര്യം, അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ കൊടുത്ത പണം തൊഴിലാളികളുടെ ആക്ഷേപം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. KSRTCക്ക് സർക്കാർ പണം കൊടുക്കുന്നു ഇല്ല എന്നല്ല. ഞങ്ങൾ ഒരിക്കലും ഗവൺമെന്റിന്റെ വക്താക്കളായി മാറാനോ ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരണ തൊഴിലാളികളായി മാറാനോ ഉള്ള ഒരു തൊഴിലാളി സംഘടനയല്ല. തൊഴിലാളികളുടെ പ്രശ്നവും തൊഴിൽ പ്രശ്നവും വ്യവസായ പ്രശ്നവും ഉയർത്തി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെടാനും സമരം ചെയ്യാനുമുള്ള ഒരു സംഘടനയാണ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു ഗവൺമെന്റുകളുടെയും വക്കാലത്തെടുക്കുന്നില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്കാലത്തെടുക്കേണ്ട ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും ചൂണ്ടിക്കാണിക്കുന്ന ഒരു തൊഴിലാളി പ്രസ്ഥാനം എന്ന നിലയിൽ ഗവൺമെന്റ് പണം കൊടുക്കുന്നു പെൻഷന് വേണ്ടിയും ശമ്പളത്തിന് വേണ്ടിയും എന്നത് ശരി. പക്ഷേ കൃത്യമായ സമയത്ത് അത് കൊടുത്ത് തൊഴിലാളിയുടെ കൈകളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതിന്റെ ദുരന്തമാണ് KSRTCയിലെ തൊഴിലാളികൾ ഈ ഗവൺമെന്റിനെ മഹാഭൂരിപക്ഷം പിന്തുണയ്ക്കാത്ത ഒരു സാഹചര്യം സംജാതമായത്. 1 രൂപ കൊടുത്താൽ പോലും അതിന്റെ നന്ദി തൊഴിലാളിയെ കൊണ്ട് തിരിച്ചുണ്ടാക്കിപ്പിക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കേവലം ഒരു വർഷം 600 കോടി രൂപ മാത്രം സംഭാവന ചെയ്ത UDF ഗവൺമെന്റ് കടന്നുപോയപ്പോൾ ആ ഗവൺമെന്റ് നല്ല ഗവൺമെന്റ് ആണെന്ന അഭിപ്രായം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാൽ ആയിരക്കണക്കിന് കോടി രൂപ ഒരു വർഷം 1800 കോടി രൂപയിലധികം കൊടുത്ത LDF ഗവൺമെന്റിനോട് തൊഴിലാളികൾക്ക് ഒരു പ്രതിബദ്ധത ഉണ്ടാവണ്ടേ? എന്തുകൊണ്ട് അങ്ങനെ പ്രതിബദ്ധത ഈ തൊഴിലാളികൾക്ക് ഈ ഗവൺമെന്റിനോട് ഉണ്ടാകുന്നില്ല എന്ന് പരിശോധിക്കാനെങ്കിലും ഗവൺമെന്റിൽ ബന്ധപ്പെട്ട ആളുണ്ടാകണ്ടേ? അപ്പോ ഈ ഗവൺമെന്റിന്റെ മറവിൽ KSRTCയിലെ പരിഷ്കരണങ്ങളുടെ മറവിൽ പുനരുദ്ധാരണത്തിന്റെ മറവിൽ ഇതിനകത്ത് അനാവശ്യമായി നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളും തൊഴിലാളി ദ്രോഹ നയങ്ങളും ഇതിനകത്തെ അംഗീകൃത സംഘടനകളുടെ പിന്തുണയോടെ നടപ്പിലാക്കിയപ്പോ അതിന്റെ പാപഭാരം മുഴുവൻ ഏൽക്കേണ്ടി വന്നത് KSRTCയിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ തൊഴിലാളികളാണ്. സെമി സൂപ്പർവൈസറി പോസ്റ്റിൽ ഇരിക്കുന്നവരാണ്, സൂപ്പർവൈസറി പോസ്റ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അത്രയധികം മാനസിക സംഘർഷം കടന്നു പോവുകയാണ്. ഇപ്പൊ ഏറ്റവും അവസാനം അത്തരം വർക്കുകൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ പൊതുവെ നിലനിൽക്കുമ്പോ ആ വിഭാഗം തൊഴിലാളികളുടെ അധ്വാന ഭാരത്തിന്റെ സമയത്തിന്മേൽ ഉണ്ടാക്കിയ വർധനവിൽ തുടങ്ങിയ പരിഷ്കരണ നടപടി ഓഫീസിൽ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് അവർക്കുണ്ടായിരുന്ന 10 മണി മുതൽ 5 മണി വരെ എന്ന സമയത്ത് 9:30 മുതൽ 5:30 വരെയാക്കുകയും പിന്നീട് വലിയ സമരത്തിന്റെ ഭാഗം എന്നോട് ചർച്ച നടത്തി എന്ന് പറഞ്ഞ് അതിനെ വീണ്ടും 9:30 5 മാറ്റിയിട്ട് പകരം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഉള്ളതിനെ 1 മണി മുതൽ 1:30 വരെയാക്കി
1:30 മുതൽ 5 വരെ ഡ്യൂട്ടി ടൈമാക്കി മാറ്റുന്ന 8 മണിക്കൂർ ഡ്യൂട്ടിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്ന നിലയിൽ ഇന്ന് KSRTCയിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും അന്ന് ആ കാലയളവിൽ ഉണ്ടായിരുന്നവരല്ല. അന്നത്തെ തൊഴിലന്തരീക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും ജീവനക്കാരുടെ ആത്മസംതൃപ്തിയെ സംബന്ധിച്ചിടത്തോളവും അവകാശങ്ങളെ സംരക്ഷിച്ചിടത്തോളം ആനുകൂല്യങ്ങളെ സംരക്ഷിച്ചിടത്തോളം ഇന്നത്തെ തൊഴിലാളിക്ക് ബോധ്യമില്ല. ഇന്നത്തെ തൊഴിലാളി കഴിഞ്ഞ 22 വർഷങ്ങൾക്ക് ശേഷം ഇതിനകത്തേക്ക് കടന്നു വന്നവരാണ് മഹാഭൂരിപക്ഷം വരുന്ന തൊഴിലാളികൾ. അതിൽ തന്നെ 2012 ഇന്ന് കാണുന്ന ഈ ദുരിതപർവത്തിന് ഒരു അറുതി വരുത്താൻ ആത്മാർത്ഥമായ ഇടപെടലുണ്ടാകും. ആ ഇടപെടൽ ഉണ്ടാകും എന്ന് തൊഴിലാളിയെ ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു ജാഥ സംഘടിപ്പിച്ചത്. തീർച്ചയായും ഈ ജാഥ കാണാനും കേൾക്കാനും സ്വീകരിക്കാനും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും സ്നേഹപൂർവ്വം യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, ജാഥയിൽ പങ്കെടുക്കുന്ന എല്ലാ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഇത് ശ്രമിച്ച മുഴുവൻ തൊഴിലാളികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പേർ എന്ന് വെച്ചാൽ അവർ ഈ KSRTCയിൽ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും KSRTCയിലെ പ്രധാനപ്പെട്ട 2 അംഗീകൃത സംഘടനകൾ KSRTC എംപ്ലോയീസ് അസോസിയേഷനും അതുപോലെ തന്നെ INTUC നേതൃത്വം കൊടുക്കുന്ന വർക്കേഴ്സ് TDF-ഉം ആ 2 സംഘടനകൾ അംഗീകൃത സംഘടനയായിരുന്ന കാലയളവിനെ കുറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ അനുഭവം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ 2 സംഘടനകളോടൊപ്പം KCM ആലോചിച്ച് ഉറപ്പിച്ച ഏതൊരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കെല്ലാം ഒഴിഞ്ഞു മാറാനൊക്കും ആർക്കെല്ലാം ഒഴിഞ്ഞു മാറാനൊക്കില്ല എന്നത് വസ്തുതാപരമായി അവരുടെ മനസ്സിനകത്തുണ്ട്. അപ്പൊ ഇത്തരം ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ പ്രതിസന്ധിയെ തുറന്നു കാട്ടുവാനും അത് പരിഹരിക്കാൻ ഉള്ള ഇടപെടൽ നടത്തുവാനുള്ള ഉത്തരവാദിത്വം ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUC എന്ന നിലയിൽ KSRTCയിലെ തൊഴിലാളികളുടെ ആദ്യത്തെ സംഘടന, മാതൃസംഘടന എന്ന നിലയിൽ വർത്തമാനം പറയുവാനുള്ള ഇടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന പരിമിതി വളരെ പ്രധാനമാണ്. ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ 1997 മുതൽ 2002 ഉത്തരവുകളെല്ലാം പിൻവലിപ്പിച്ച് തൊഴിലാളികൾക്ക് അനുകൂലമായ നല്ലൊരു കരാറുണ്ടാക്കുന്നതിനും അനുകൂലമായ നിയമങ്ങൾ KSRTC നടപ്പിലാക്കുന്നതിനും ഞങ്ങൾ മുന്നിട്ട് നിൽക്കുമെന്ന് മാത്രം നിങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ട് ഈ ജാഥയ്ക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. മറ്റന്നാൾ ബത്തേരിയിൽ നിന്ന് തുടങ്ങി കൽപ്പറ്റയിലും താമരശ്ശേരിയിലും കോഴിക്കോടും എല്ലാം പോയി കോഴിക്കോട് സമാപിച്ച് അതിന് പിറ്റേന്ന് 15-ാം തീയതി ശനിയാഴ്ച മലപ്പുറം ജില്ല കഴിഞ്ഞ് ഗുരുവായൂരിൽ സമാപിക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ ജാഥ ഞങ്ങൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ജാഥയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്നത് ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റനായ അഷ്റഫ് സി ആണ്. അതുപോലെ തന്നെ ഈ ജാഥയുടെ ഡയറക്ടർ സഖാവ് C ഷാജു കണ്ണൂർ ഡിപ്പോയിലെ ഡ്രൈവറാണ്. അതുപോലെ തന്നെ ഞങ്ങളെ ഈ ജാഥയിലെ കോർഡിനേറ്റർ AV ഉണ്ണികൃഷ്ണൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. ജാഥ അംഗങ്ങളായി സഖാവ് CB ബാബുരാജ്, ജനാർദ്ദനൻ VK, സഖാവ് സുനിൽ കോങ്ങാട്, സഖാവ് സാലു K, സഖാവ് റനീഷ് AC, സഖാവ് മനീഷ് ഭാസ്കർ, സഖാവ് OP നാസർ, സഖാവ് വേലായുധൻ കാലടി, സഖാവ് സിജീഷ് കുമാർ എന്നിവർ ജാഥ അംഗങ്ങളാണ്. മാനേജ്മെന്റും യൂണിയനുകളും തമ്മിലുള്ള ചർച്ച എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരമാവധി നേടിയെടുക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞ് മാനേജ്മെന്റിനെ മുട്ടുകുത്തിച്ച് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ശമ്പള പരിഷ്കരണ കരാറെങ്കിൽ 2021 KSRTC വന്ന ശമ്പള പരിഷ്കരണ കരാർ മാനേജ്മെന്റ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ KSRTC നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി തൊഴിലാളി നേതാക്കളെ പറഞ്ഞു കുപ്പിയിലാക്കി അവരെ കൊണ്ട് ഒപ്പിടിച്ച ഒരു ശമ്പള പരിഷ്കരണ കരാറാണ് KSRTC നിലവിൽ വന്നത്. നമ്മുടെ ഉദ്ഘാടന പ്രസംഗം നമ്മുടെ ജനറൽ സെക്രട്ടറിയോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേറ്റ് ഭരിക്കുന്നത് ആരെന്ന് നോക്കാതെ ഇവിടെ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെല്ലാം എതിരെ എന്നും സമരം ചെയ്ത ഒരു സമര സംഘടനയാണ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ്. മാനേജ്മെന്റും യൂണിയനുകളും തമ്മിലുള്ള ചർച്ച എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരമാവധി നേടിയെടുക്കാൻ വേണ്ടി വർത്തമാനം പറഞ്ഞ് മാനേജ്മെന്റിനെ മുട്ടുകുത്തിച്ച് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ശമ്പള പരിഷ്കരണ കരാറെങ്കിൽ 2021 KSRTC വന്ന ശമ്പള പരിഷ്കരണ കരാർ മാനേജ്മെന്റ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ KSRTC നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി
തൊഴിലാളി നേതാക്കളെ പറഞ്ഞു മുപ്പിയിലാക്കി അവരെ കൊണ്ട് ഒപ്പിടിച്ച ഒരു ശമ്പള പരിഷ്കരണ കരാറാണ് KSRTC നിലവിൽ വന്നത്. നമ്മുടെ ഉദ്ഘാടന പ്രസംഗൻ നമ്മുടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ മറ്റ് അവരുടെ ചെയ്തികൾ നോക്കിയിട്ടല്ല അവരെന്ത് തെറ്റ് ചെയ്തോ ഞങ്ങൾ പ്രതികരിക്കുന്ന ആ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു യൂണിയൻ ഓർഡർ $550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. City Gold, Gold and Diamonds, Kerala and Karnataka. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCസിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCസിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.